ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്ക വീണ്ടും പ്രകോപനമില്ലാതെ ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലും അധികം ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നടത്തിയ പരാമർശത്തിലാണ് ഈ മുന്നറിയിപ്പ്. മുൻകാല ഏറ്റുമുട്ടലുകളിൽ നിന്നും ഇറാൻ നേരിടുന്ന അനുഭവങ്ങളും പഠനങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ ശക്തി ലോകം ഇനിയും പൂർണ്ണമായും കണ്ടിട്ടില്ല എന്നാണ് ഇറാൻ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കൈവശം ഇനിയും നിരവധി സർപ്രൈസുകൾ ബാക്കിയുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഘർഷ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇറാന്റെ ഈ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ശത്രുക്കൾ വീണ്ടും ഇസ്രയേലിന്റെ കെണിയിൽ വീഴുകയും ഇറാനെതിരെ മറ്റൊരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്താൽ പുതിയ യുദ്ധോപകരണങ്ങളും അത്യാധുനിക രീതികളും ഉപയോഗിച്ച് പുതിയ മുന്നണികൾ അല്ലെങ്കിൽ യുദ്ധമുന്നണികൾ തുറക്കുമെന്നാണ് ഇറാന്റെ കരസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ മുന്നറിയിപ്പ് നൽകിയത്. ലെബനിൽ ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ ശക്തമായ പ്രതികരണം കൂടി വന്നത്. എന്തായാലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ മുൻപത്തേക്കാൾ ദൃഢനിശ്ചയത്തിലാണ് ഇറാൻ എന്ന് സൈനിക കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുൽ ഹലി വ്യക്തമാക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പിന് പിന്നിൽ വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ല, അമേരിക്കയ്ക്ക് സംഭവിച്ചതെന്നാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വലിയ സൈനിക നഷ്ടങ്ങളും ഉണ്ട്.